ഗൈസ്, അങ്ങനെ ഇന്ത്യയുടെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് സീരീസിലെ ആദ്യത്തെ മത്സരം 2.5 ദിവസത്തിൽ തന്നെ കഴിയുന്നു. 140 റൺസിന്റെ ഒരു ഇന്നിങ്സിന്റെ ഒരു വിജയമാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ സ്വന്തമാക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു മിക്കവാറും ഇന്നത്തെ ദിവസം മത്സരം അവസാനിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ പറഞ്ഞെടുത്തുനിന്നൊരു മാറ്റം ഉണ്ടായ കാര്യം, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യ ഇന്നൊരു പകുതി ദിവസമെങ്കിലുമൊക്കെ ബാറ്റ് ചെയ്ത് ഒരു അത്യാവശ്യം ഒരു ടോട്ടൽ ഒരു 600 റൺസും ഒരു 400 റൺസിൻ്റെ ലീഡും എന്ന് പറയുന്നൊരു ലെവലിലേക്ക് എത്തിയതിന് ശേഷം ഡിക്ലെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൾ ഔട്ടായി പോകുന്ന സാഹചര്യം എന്തോ അങ്ങനെ ഒരു നിലയിലേക്കൊക്കെ എത്തും എന്നുള്ളതാണ്. അതിനുശേഷം ഇതേപോലെ ഒരു ഇന്നിങ്സ് വിജയം സ്വന്തമാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ ഇന്നലെ അവസാനിപ്പിച്ച 448-ന് 5 എന്ന് പറയുന്ന സ്കോറിൽ തന്നെ ഡിക്ലെയർ ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് എത്തി. എന്താണെങ്കിലും അത് ശരിവെക്കുന്ന തരത്തിൽ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും മത്സരം അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. വെസ്റ്റ് ഇൻഡീസ് 146 റൺസിന് ഓൾ ഔട്ട് ആയിട്ടാണ് ഇന്ത്യ 140 റൺസിൻ്റെ ഒരു ഇന്നിങ്സ് വിജയം സ്വന്തമാക്കുന്നത്. ഒരുപക്ഷെ പിച്ചിൻ്റെ ഒരു മോർണിംഗിലുള്ള ഒരു ആനുകൂല്യം കൂടി ഒരു മുതലാക്കാനായിരിക്കണം ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോകാം എന്ന് ഇന്ത്യ തീരുമാനിച്ചത്. എന്താണെങ്കിലും അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഒരു മോശം തരത്തിലുള്ള രീതിയിലാണ് അത് വെസ്റ്റ് ഇൻഡീസിനെ ബാധിച്ചത് എന്നുള്ളതാണ്. ഇപ്പം 8ാമത്തെ ഓവറിൽ 12 റൺസിന് വെസ്റ്റ് ഇൻഡീസ് നിൽക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രപോളിൻ്റെ ഒരു വിക്കറ്റ് പോയി. സിറാജാണ് ആ ഒരു വിക്കറ്റ് നേടിയത്. ആ ഒരു വിക്കറ്റ് നേടിയ സിറാജ് ആണെങ്കിലും അവിടെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു ബ്രില്യൻ ക്യാച്ച് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. ആദ്യം ഒരു വിക്കറ്റ്, അതൊരു ബ്രില്യൻ ക്യാച്ച് ഫീൽഡിംഗ് പെർഫോമൻസും കൊണ്ട് വന്നതോടുകൂടി പക്ഷേ അതിനുശേഷം ചറവറ വിക്കറ്റുകൾ പോകുന്ന ഒരു അവസ്ഥയാണ്. 46-ന് 5 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുന്ന വെസ്റ്റ് ഇൻഡീസിനെയാണ് നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ബാറ്റിംഗ് പറഞ്ഞപ്പം പറഞ്ഞിരുന്നു, വന്നവനും പോയവനും ഒക്കെ ചറവറ സെഞ്ചുറി അടിച്ചിട്ട് പോകുന്നത്. ഇവിടെ വന്നവനും പോയതൊന്നും അറിയാത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് വെസ്റ്റ് ഇൻഡീസ് ബാറ്റേഴ്സിൻ്റെ ലെവലിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രില്യൻ ബോളിംഗ് പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ജഡേജയുടെയൊക്കെ ഒരു ബോളിംഗ് പെർഫോമൻസ് നമ്മൾ ഇന്നലെ ബാറ്റ് കൊണ്ടാണ് കണ്ടെങ്കിൽ ഇന്ന് ബോൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിൽ 5ാമത്തെ വിക്കറ്റിലും ഒരു ബ്രില്യൻ ക്യാച്ച് ഉണ്ട്. ജഡേജ നേടിയിട്ടുള്ളൊരു വിക്കറ്റ്, ഷൈ ഹോപ്പിൻ്റെ ആ ഒരു വിക്കറ്റും ജയ്സ്വാളിൻ്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ക്യാച്ചിലൂടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നീട് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലി കദനീസും അതുപോലെ ജസ്റ്റിൻ ഗ്രീവ്സും കൂടി ചേർന്ന് നിന്നിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പാണ്. അതൊരു 46 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് 87 ബോളിൽ നേടിയെടുക്കാൻ സാധിച്ചു. അങ്ങനെയാണ് 92 എന്ന് പറയുന്നൊരു സ്കോറിലേക്ക് എത്തിയത്. പക്ഷേ 6ാമത്തെ വിക്കറ്റ് അവിടെ നഷ്ടമായി പോവുകയായിരുന്നു എന്നുള്ളതാണ്. അലിക്ക് പോയി. പിന്നീട് സിറാജിൻ്റെ ഒരു ബോളിംഗ് പെർഫോമൻസിലൂടെ ജസ്റ്റിൻ ഗ്രീവ്സും പോയി. പിന്നെ ബോളിംഗ് താരങ്ങളുടെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഹാരിക്കൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി താരങ്ങളൊക്കെ തന്നെ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തി 10 റൺസിന് മുകളിലൊക്കെ എടുക്കാനായിട്ട് സാധിച്ചു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ജെയ്ഡൻ സീൽസിൻ്റെ ഒരു പ്രകടനമാണ്. താരം 12 ബോൾ 22 റൺസ്. അദ്ദേഹം 11ാമനായിട്ട് ഫീൽഡിൽ എത്തിയൊരു താരമാണെന്ന് ആലോചിക്കണം. എന്നിട്ടും വന്ന് അടിക്കാൻ തന്നെ ഒരു തീരുമാനമാണ്. കാരണം കളി കൈവിട്ട് പോകുമെന്നുള്ള അറിയാം. മാക്സിമം തോൽവിയുടെ ഒരു കനം കുറയ്ക്കുക എന്ന് പറയുന്നൊരു ലെവലിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് പിന്നെ ജെയ്ഡൻ സീൽസ് വന്നിട്ട് അടിച്ചു കളയാം എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അടിച്ചു. അവസാനം കുൽദീപ് വന്ന് കുൽദീപിന് നേരെ ഒരു ഷോട്ട് ഉതിർത്തു, അദ്ദേഹം ക്യാച്ച് ചെയ്തു. അങ്ങനെയാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്നിങ്സ് അവസാനിക്കുന്നതും ഇന്ത്യക്ക് ഒരു വിജയം സ്വന്തമാക്കാനും സാധിക്കുന്നു. 2ാമത്തെ ഇന്നിങ്സിൽ ജഡേജ ബോളിംഗ് പെർഫോമൻസ് ഇംപ്രസീവ് ആയിരുന്നു. 4 വിക്കറ്റ്സ് നേടി. സിറാജ് എഗെയിൻ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ബോളിംഗ് പെർഫോമൻസ്. ആദ്യ ഇന്നിങ്സിൽ 4 ആണെങ്കിൽ 2ാം ഇന്നിങ്സിൽ 3 വിക്കറ്റ് നേടി. കുൽദീപ് 2 വിക്കറ്റ് നേടി. വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റ് നേടി. ബുംറയ്ക്ക് വിക്കറ്റൊന്നും നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരായിരിക്കും എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ. കാരണം ഓരോ പ്ലെയേഴ്സും ബ്രില്യൻ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റിംഗ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ധ്രുവ് ജുറലിൻ്റെ സെഞ്ചുറി ഉണ്ട്, KL രാഹുലിൻ്റെ സെഞ്ചുറി ഉണ്ട്. ബോളിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സിറാജ് 7 വിക്കറ്റുകൾ നേടി. അതുപോലെ കുൽദീപ് യാദവിൻ്റെ 4 വിക്കറ്റ് പെർഫോമൻസ് 2 ഇന്നിങ്സുകളായിട്ട്. എന്നാൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരേപോലെ പെർഫോം ചെയ്തിട്ടുള്ള താരമാണ് രവീന്ദ്ര ജഡേജ. അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടി, 2ാം ഇന്നിങ്സിൽ 4 വിക്കറ്റുകൾ നേടി. അങ്ങനെ അദ്ദേഹം കളിയിലെ കേമനായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രാക്ടീസ് സെഷൻ പോലത്തെ ഒരു മാച്ചാണ്, അല്ലെങ്കിൽ പ്രാക്ടീസ് മാച്ച് എന്ന് നമുക്കൊക്കെ വിശേഷിപ്പിക്കാം. എന്നാൽ ഈ ഒരു മാച്ചിലെ ഒരു പോസിറ്റീവ് എന്ന നിലയിൽ നമുക്ക് കാണേണ്ടത് ഇപ്പം ധ്രുവ് ജുറൽ എന്ന് പറയുന്ന താരത്തിൻ്റെ പ്രകടനമാണ്. അദ്ദേഹം നല്ലൊരു വിക്കറ്റ് കീപ്പറാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആദ്യ ടെസ്റ്റിലുള്ള പെർഫോമൻസ് വളരെ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. ആസ് എ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ വളരെയധികം ഇമ്പ്രസ് ചെയ്യിച്ചു. അതിനോടൊപ്പം ഒരു ബാറ്റർ എന്ന നിലയിലും സെഞ്ചുറി നേടി. തൻ്റെ കരിയറിലെ ആദ്യത്തെ സെഞ്ചുറിയാണ് അദ്ദേഹം സ്വന്തമാക്കുന്നത്. അങ്ങനെ ഒരു പ്രകടനം കൂടി
കാഴ്ചവെച്ചു. ഇപ്പം ഋഷഭ് പന്തിന് ഇഞ്ചറി പറ്റുന്ന സാഹചര്യത്തിലാണ് ധ്രുവ് ജുറൽ ഒരു സ്ഥാനം കിട്ടിയിട്ട് വരുന്നത്. അത് അദ്ദേഹം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അടുത്ത മാച്ചിൽ കൂടി അദ്ദേഹത്തിന് ആ ഒരു തരത്തിലൊക്കെ പെർഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഋഷഭ് പന്തിനൊക്കെ ഒരു നല്ല കണ്ടൻഡറായിട്ട് ടെസ്റ്റ് മാച്ചസിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ധ്രുവ് ജുറൽ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു എക്സെപ്ഷണൽ കീപ്പറാണ്. ഇപ്പം ഒരു നമ്പർ 1 കീപ്പർ എന്ന നിലയിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. അദ്ദേഹം ബാറ്റിങ്ങിൽ കൂടി ആ ഒരു പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പ്ലേസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു പ്രായത്തിലും രവീന്ദ്ര ജഡേജ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ അഭിവാജ്യ ഘടകമായിട്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒക്കെ പ്രകടനം നടത്തുന്ന ഒരു താരമാണല്ലോ, നമുക്കറിയാമല്ലോ, അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതുകൂടി ഒരു പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് ഊട്ടി ഉറപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ കൂടിയാണ് നമുക്ക് പറയേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്നാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സൈനിക.